രാവിലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നമ്മുടെ KSEBയുടെ ലൈൻ കമ്പികൾ നമ്മുടെ പാലം ആറന്മുള പാലത്തിൻ്റെ മുകൾ വശത്ത് താഴ്ന്ന് കിടക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലെ പോസ്റ്റ് മറിഞ്ഞ് റോഡിൻ്റെ സൈഡിലോട്ട് തന്നെ നിൽക്കുന്നു. അപ്പം തന്മൂലം വണ്ടിക്കാർക്ക് ഇപ്പോൾ യാത്രക്കാർ പോകുന്നത് ഇപ്പോൾ 2 വീലറിൽ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലോ എന്തോ മറ്റോ സംഭവിച്ചാണെന്ന് തോന്നുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ അതങ്ങനെ കിടക്കുകയാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതങ്ങനെ കിടന്ന് അതിലൊരു കുടി പോലെ എന്തോ ഒരു സാധനം, ചുമന്ന ഒരു സാധനം അപായം എന്നുള്ള രീതിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഈ 2 വീലറുകാർ, ഞാനിപ്പോൾ വീഡിയോയിൽ കാണാം, നമുക്ക് ഈ 2 വീലറുകാരും മറ്റും പോകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ കമ്പി കുരുങ്ങി അവർക്ക് അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിച്ചൊരു ഞെട്ടിപ്പിക്കുന്ന രംഗം. അപ്പോൾ അത് മാറി ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുന്നെയാണിത്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ചർച്ചയാക്കും, പിന്നെ അതിന് ശേഷം യാതൊരു ചർച്ചയുമില്ല. ഇപ്പോൾ ഇത് എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ വാർത്തയായിട്ട് എല്ലാ ചാനലുകളിലും ഇത് കൂട്ടിഘോഷിച്ചേനെ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി എടുക്കണം. ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്യണം. അതുപോലെ തന്നെ ഈ KSEB ഉദ്യോഗസ്ഥന്മാർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ട ആൾക്കാരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ടച്ചിങ് വെട്ടുക എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഫോണുകളിൽ മെസ്സേജ് വരും ഇതുപോലെ രാവിലെ ലൈൻ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ആ സമയം കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു തോട്ടിക്കമ്പ് പോലുള്ള ഒരു സാധനം വെച്ചിട്ട് ഈ ലൈൻ്റെ മുകളിൽ കിടക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം. ആ ഒരു ശിഖരം മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയിൽ ഇങ്ങനെ ഇത്രയും ഭാരിച്ച പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അതിപ്പം അവരെ കൊണ്ട് മുറിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഏത് ഉടമസ്ഥൻ്റെ സ്ഥലത്താണ് അത് നിൽക്കുന്നത്, അവർക്ക് നിയമപരമായി നോട്ടീസ് അയക്കുകയോ അല്ലെ പഞ്ചായത്തുമായിട്ടോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനുമായിട്ടോ ഈ പറഞ്ഞ പോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഈ മരം മറിഞ്ഞ് താഴെ വീണ് ആളുകൾക്ക് അപകടം പറ്റിയതിന് ശേഷമാണോ ഇത് വെട്ടിമാറ്റുന്നത്? അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ വലിയ മരങ്ങൾ വെട്ടിയിട്ടേക്കുന്നതായിട്ട് കാണുന്നു. ഈ മരമൊക്കെ ഇങ്ങനെ ഇതിന് ലൈൻ കമ്പിക്ക് ഭീഷണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്തിന് മുന്നേ ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് പണികൾ കൃത്യമായിട്ട് ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല. കറണ്ട് ചാർജ് കൃത്യമായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ പഴയ മീറ്ററുകൾ കൃത്യമായിട്ട് മാറ്റി സ്മാർട്ട് മീറ്ററും മറ്റും സ്ഥാപിക്കുവാനും വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്ന KSEB എന്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കമൻറ്റ് ചെയ്യുക, ഇത് എല്ലാ ആളുകളിലും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മെയിൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ KSEBയിൽ നിന്നും ഈ സ്ഥിരമായുള്ള ഇങ്ങനെ ഈ ഫ്ലക്ച്വേഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമം ഇടയ്ക്ക് വായിക്കുകയുണ്ടായിരുന്നു, ഈ കോമ്പൻസേഷൻ ഈ കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മാത്രം അത് നടപ്പിലാകുന്നില്ല, അതോ അറിയാത്തതാണോ എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളത്. നമ്മുടെ കയ്യിൽ നിന്നും ഈ ഭാരിച്ച കറണ്ട് ബില്ല് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ വിളിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ഫീസ് ഊരാനും മറ്റും അവർ കാണിക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് ഈ മെയിൻ്റനൻസ് പണിക്കകത്ത് തീർച്ചയായിട്ടും കാണിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.